ചൂണ്ടൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള യുഡിഎഫ് ഗൂഢാലോചന തിരിച്ചറിയണമെന്ന് സിപിഐഎം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ വികസന പ്രവൃത്തികൾക്ക് തുരങ്കം വയ്ക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുമാണെന്ന് പഞ്ചായത്ത് ഭരണാധികാരികളും സിപിഐഎം നേതാക്കളും കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലെ തെരുവ് വിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രസിഡന്റിനെതിരെ യുഡിഎഫ് നടത്തിയ വ്യക്തിഹത്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. സെക്രട്ടറിയുടെ വ്യാജ ഒപ്പിട്ട് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു എന്നാണ് പ്രതിപക്ഷം പ്രസിഡന്റിനെതിരെ പ്രചരിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ സെക്രട്ടറി തന്നെ ഈ വാദം തെറ്റാണെന്നും സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും തുറന്ന് സമ്മതിച്ചതോടെ പ്രതിപക്ഷത്തിന്റെ വാദം പൊളിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വ്യാജ പ്രചരണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെയാണ് യുഡിഎഫ് വാർത്താസമ്മേളനം നടത്തി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. തെളിവ് ചോദിച്ചവരോട് 2 ദിവസത്തിനുള്ളിൽ തരുമെന്നും ഇല്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും വീമ്പ് പറഞ്ഞവർ ദിവസങ്ങൾ പിന്നിട്ടിട്ടും തെളിവ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ ലാഭത്തിനായി കള്ളം പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ സ്വയം അപഹാസ്യരായി മാറിയിരിക്കുകയാണ് യുഡിഎഫ് നേതാക്കൾ. തെരുവ് വിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഉത്തരവുകൾ ഒരേ ദിവസം വന്നുവെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ 2 ദിവസങ്ങളിലായാണ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്ന് വ്യക്തമായതോടെ യുഡിഎഫ് നേതൃത്വം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. സെക്രട്ടറി രാഷ്ട്രീയം കളിക്കുകയാണെന്നും ബിൽഡിംഗ് പെർമിറ്റ്, ബിൽഡിംഗ് നമ്പർ, ലൈസൻസ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് സെക്രട്ടറി സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ഒരു കരാറിന് മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല കരാർ നൽകേണ്ടതുണ്ട്. പഞ്ചായത്തിലെ തെരുവുകളുമായി ബന്ധപ്പെട്ട് സർവീസ് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് കൊടുക്കണമെന്നാണ് കമ്പനി തീരുമാനിച്ചത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിനകത്ത് കൃത്യമായി ഒരു പരാതി പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ ഒരു പരാതിയുമില്ലാതെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സുജിത്ത് ഇലക്ട്രിക്കലിനെ ആ കരാർ ഏൽപ്പിക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനിക്കും. കണ്ണൂർ സ്വദേശിയായ കരാറുകാരൻ ടെൻഡർ നടപടിയിൽ നിന്ന് പിന്മാറാൻ 2ാം സ്ഥാനത്തുള്ള കരാറുകാരനോട് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന് പിന്നിൽ സെക്രട്ടറിയുടെ പങ്കുണ്ടെന്നും സിപിഐഎം നേതൃത്വം ആരോപിച്ചു. ഈ വരുന്ന വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന വർഷമാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന വർഷത്തിനകത്ത് ഈ പഞ്ചായത്തിനകത്തുള്ള തെരുവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകണം. ആ പ്രതിസന്ധി ഉണ്ടാവാൻ കോൺഗ്രസും യുഡിഎഫ് അംഗങ്ങളും അതുപോലെ സെക്രട്ടറിയും ഗൂഢാലോചന ചെയ്തുകൊണ്ടാണ് കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരാളെ, ഒരു സേവന പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത ഒരാളെ കൊണ്ടുകൊണ്ട് ഇവിടെ ടെൻഡർ ചെയ്യിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ടെൻഡറിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഈ ആളുകൾക്ക് ചുമതലപ്പെടുത്തിയ ആളെ വിളിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് പിന്മാറുക എന്ന് പറയുന്ന ഘട്ടത്തിൽ വരികയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു അഴിമതി ആരോപണമാണ്. സെക്രട്ടറി അടക്കമുള്ളവർ ഇതുമായി പങ്കാളിത്തം കൊടുത്തുകൊണ്ടാണ് 2 ലക്ഷം രൂപ ഈ കരാറുകാരനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, സിപിഐഎം നേതാക്കളായ എം.ബി. പ്രവീൺ, ടി.സി. സെബാസ്റ്റ്യൻ മാസ്റ്റർ, കെ.എ. സൈഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു.